വെൽക്കം ബാക്ക് ടു സയ്യാർ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് CSIR സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ ആണ്. ഇതുവരെയും ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് ലഭിക്കാത്ത സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. എസ്പെഷ്യലി ഈ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഈ ഡ്രഗ് ഡിസൈനിങ് റിസർച്ച് ഓങ്കോളജി കാർഡിയോളജി അതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ നൽകുന്നത്. അതും ഹാൻഡ്സ് ഓൺ ഒരു ട്രെയിനിങ് ആണ് നൽകുന്നത്. ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ടാണ് ഇത്. ത്രൂ ഔട്ട് ഇയർ ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഇതിന് സ്പെസിഫിക് ആയിട്ട് ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു CV കാര്യങ്ങളെല്ലാം റെഡിയാക്കുക, അതുപോലെ റെക്കമെൻഡേഷൻ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. ചെറിയൊരു എമൗണ്ട് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ CSI CDR accept application from PG സ്റ്റുഡൻസ് ഓഫ് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ UGക്കാർക്കില്ല ഈ ഒരു അവസരം എന്ന് പറയുന്നത് PG സ്റ്റുഡൻസിന് മാത്രമാണ്. എസ്പെഷ്യലി ഈ ഒരു ലൈഫ് സയൻസ് മേഖല അല്ലെങ്കിൽ സയൻസ് മേഖലയിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് പോലുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത്. സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. സ്റ്റുഡൻറ്റ് പേഴ്സ്യൂയിങ് ദെൻ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ കറണ്ട് ആയിട്ട് എൻറോൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം, PG എൻറോൾ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 55% മാർക്കെങ്കിലും അവരുടെ ഗ്രാജുവേഷൻ ടൈംസിൽ വേണമെന്നും പറയുന്നുണ്ട്. സോ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം 4 months ആണ്. അതായത് നിങ്ങൾക്ക് ഡെസർട്ടേഷൻ ആയിട്ടോ അല്ലെങ്കിൽ പ്രോജക്റ്റ് ആയിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു പ്രോഗ്രാമാണ്. അതുപോലെ വെക്കേഷൻ ടൈമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് കോളേജ് പാരൻറ്റ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ആണെങ്കിൽ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഈ ഒരു അവസരം എടുക്കാവുന്നതാണ്. സോ മിനിമം 4 months, മാക്സിമം 1 year ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ടേമാണ് ഇവർ പറയുന്നത്. സോ ഡിപ്പെൻഡ് അപ്പോൺ ദ റെക്കമെൻഡേഷൻ HODൻ്റെ ലെറ്ററും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം വരിക. ബിക്കോസ് അറ്റൻഡൻസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെൻ ടു അപ്ലൈ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഇയർ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. സോ ഇതിന് സ്പെസിഫിക് ആയിട്ട് ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ പ്രോജക്റ്റ് ഡെസിറ്റേഷനൊക്കെ ഡേറ്റ് വരുന്നത് ആ സൈഡിന് മുന്നായിട്ട് തന്നെ നിങ്ങളിതെല്ലാം ചെയ്ത് വെക്കേണ്ടതാണ്. സോ ക്രൈറ്റീരിയ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈങ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡസ് നോട്ട് ഗ്യാരണ്ടി അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെയുള്ള ഫാക്കൽറ്റീസ് എക്സ്പെർട്ടീസിൻ്റെയൊക്കെ അണ്ടറിലുള്ള വേക്കൻസി സ്പെസിഫിക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ ഏതാണോ കൊടുക്കുന്നത് അതിൻ്റെയൊക്കെ വേക്കൻസി ഉള്ളതുപോലെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇൻടേക്ക് ഉണ്ടാവുക. സോ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ലാബ് സ്പേസും എല്ലാം, ബിക്കോസ് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെല്ലാം വേണ്ടിയിട്ട് മെയിനായിട്ട് നിങ്ങൾ തന്നെയല്ല വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ലാബ് സ്പേസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവുമെന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇതിന് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മന്തിന് കുറച്ച് മുന്നായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഫീസ് എന്ന് പറയുന്നത് 5,000 per month ആണ് ഇവർ പറയുന്നത്, ഇൻക്ലൂസീവ് GST എന്ന് പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ അറ്റൻഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഡ്യൂറിങ് ദ ഇന്റേൺഷിപ്പ് ഓർ ഡെസർട്ടേഷൻ വർക്ക് അല്ലെങ്കിൽ ട്രെയിനിങ് ഡെസർട്ടേഷൻ വർക്ക് മിനിമം 80% അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ 4 months ഒക്കെ ആണെങ്കിൽ സോ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ HOD സമർപ്പിച്ചിട്ട് മാത്രം ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ബിക്കോസ് 4 മാസമാണ് മിനിമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ് ഫോൾ ബിലോ ദർ അറ്റൻഡൻസ് ത്രഷോൾഡ് ദ സർട്ടിഫിക്കറ്റ് വിൽ നോട്ട് ബി ഇഷ്യൂഡ് എന്ന് പറയുന്നുണ്ട്. സോ അത് മെയിനായിട്ടും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഡെസർട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ ആ ഒരു അറ്റൻഡൻസ് ഷോർട്ടേജ് വരികയാണെങ്കിൽ അതൊരു പ്രോബ്ലം ആയിട്ട് വരും. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുകൂടി ശ്രദ്ധിക്കുക. ബിക്കോസ് ആ ഒരു വേക്കൻസിയിൽ നിങ്ങൾക്ക് എപ്പോഴാണോ വേക്കൻ്റ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ആ ഒരു ലീവുള്ള ടൈം പീരീഡ് ആ സമയത്ത് നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റി എന്നൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ ദ അവൈലബിലിറ്റി. അതുപോലെ തന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിലാണ് 50 rupees per day, 50 രൂപയാണ് ഇൻക്ലൂസീവ് വാട്ടർ ഇലക്ട്രിസിറ്റി പെർ ഡേ ആയിട്ട് വരുന്നത്. ദെൻ ഇവിടെ രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. രജിസ്ട്രേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാനുള്ള ഒരു ഫോം വരും. ഈ ഒരു ഫോം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും. സോ അതുപോലെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫോമും കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഡോക്യുമെൻ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. സോ അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സോ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പാണ്. ത്രൂ ഔട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ഇതുപോലെ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആർക്കെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് കൂടെ ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് for watching.